ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരമായിരുന്ന പ്രീതം കോട്ടാൽ ഇനി ക്ലബിനോടൊപ്പം ഇല്ല. ചെന്നൈയിൻ FC ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 1.5 വർഷത്തോളമാണ് പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിൽ ചിലവഴിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ക്ലബ്ബ് വിടേണ്ടി വന്നിട്ടുള്ളത്. പകരം വികാസ് യുമ്നത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൻ FC അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനെയാണ് നേരിടുക. നമുക്കറിയാം, നേരത്തെ പ്രീതം കോട്ടാൽ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ ഭാഗമാവാൻ പ്രീതം കോട്ടാലിന് കഴിയും. അതായത് ചെന്നൈക്കെതിരെ അദ്ദേഹത്തിന് അരങ്ങേറ്റം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹൊസെ മൊളീന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തമാശ രൂപേണയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രീതം കോട്ടാൽ ഞങ്ങൾക്കെതിരെ സക്സസ് ആവാതിരുന്നാൽ മതി എന്നാണ് ചിരിച്ചുകൊണ്ട് മൊളീന പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രീതം എൻ്റെ ബോയ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പുതിയ യാത്രക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ അദ്ദേഹം ഞങ്ങൾക്കെതിരെ സക്സസ് ആവണ്ട, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ചിരിച്ചുകൊണ്ട് ഹൊസെ മൊളീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മോഹൻ ബഗാനും ചെന്നൈയിൻ FCയും തമ്മിലുള്ള മത്സരം വരുന്ന ചൊവ്വാഴ്ചയാണ് നടക്കുക. ആ ഒരു മത്സരം ചെന്നൈയിൻ FCയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. മത്സരത്തിൽ കോട്ടാൽ ചെന്നൈക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. മോഹൻ ബഗാൻ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അവരാണ്. പക്ഷേ ചെന്നൈ അങ്ങനെയല്ല, പ്രകടനം മോശമാണ്. 16 മത്സരങ്ങളിൽ നിന്ന് കേവലം 4 വിജയങ്ങൾ മാത്രം നേടിയ അവർ 10-ാം സ്ഥാനത്താണ് ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.